കറുപ്പ് സിനിമയുടെ വ്യക്തമായ റിലീസ് അപ്ഡേറ്റ്. മലയാള സിനിമയുടെ ചരിത്രം മാറ്റാൻ പാട്രിയറ്റ് എത്തുന്നു. ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ കൃത്യമായ റിലീസ് തീയതി. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ അടുത്തതായി അഭിനയിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഐ ആം ഗെയിമിന് ശേഷം ജിത്തു മാധവനുമൊത്തുള്ള സിനിമയിലാണ് ദുൽഖർ അടുത്തതായി അഭിനയിക്കുകയെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജിത്തു മാധവൻ പ്രോജക്റ്റിന് മുമ്പ് മറ്റൊരു സിനിമയിലാവും ദുൽഖർ ജോയിൻ ചെയ്യുക. കോമഡിക്കും ഫീൽ ഗുഡിനും പ്രാധാന്യം നൽകി ഒരുക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിന്റെ സംവിധായകനായ പ്രവീൺ ചന്ദ്രനാണ്. ഛായാഗ്രഹണം ഷൈജു ഖാലിദും മ്യൂസിക് മുജീബ് മജീദും അൻവർ റഷീദ് പ്രൊഡക്ഷൻസും വേഫെയർ ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ഏപ്രിൽ മാസത്തിൽ തുടക്കമാവും. വിസ്മയ മോഹൻലാലിനെ നായകനാക്കി ജൂഡാന്റിന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടക്കം. വിസ്മയക്കൊപ്പം ലാലേട്ടനും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജാഫർ ഇടുക്കി, ബോബി കുര്യൻ, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന തുടക്കത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഫെബ്രുവരി 24 തീയതിയോടെ പായ്ക്കപ്പാവും. ഏകദേശം 60 ദിവസത്തോളം എടുത്താണ് തുടക്കത്തിന്റെ എന്റെ ഷൂട്ട് മൂവി ടീം പൂർത്തിയാക്കിയിട്ടുള്ളതും. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച തുടക്കം എന്ന ഈ ചിത്രം വരുന്ന ഓഗസ്റ്റ് 19 തീയതി ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തും. പോർത്തൊഴിൽ എന്ന സിനിമയ്ക്ക് ശേഷം വിഘ്നേഷ് രാജയുടെ തിരക്കഥയിൽ ധനുഷ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കര. 1990കളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പീരീഡ് ആക്ഷൻ സിനിമയായ കരയിൽ കരസാമി എന്ന ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് ധനുഷ് എത്തുന്നത്. ധനുഷിനൊപ്പം മലയാളി താരം മമിത ബൈജു, സുരാജ് വെഞ്ഞാറമൂട്, KS രവികുമാർ, കരുണാസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കരയുടെ ഡബ്ബിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നടന്നു വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും പൂർത്തിയാക്കിയ ശേഷം വരുന്ന ഏപ്രിൽ മാസം 10 തീയതിയോ 30 തീയതിയോ ആവും കര റിലീസിനെത്തുക. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. കൃത്യമായ ഉത്തരം രോമാഞ്ചം. എബിൻ ജോയ്, മുഹമ്മദ് നിഷാം, നൌഫൽ നദാൽ, IG ചാത്തൻ, ഇന്ദു വിനോദ് തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ ബാച്ചലർ പാർട്ടിയുടെ സ്പിരിച്വൽ സീക്വലായി വരാനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബാച്ചലർ പാർട്ടി ഡ്യുവക്സ്. ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നസ്ലിൻ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി എന്നിവരെ ഉൾപ്പെടുത്തി ബിഗ് ബി സിനിമയിലൂടെ ഫേമസ് ആയ ഈ ഒരു വീട്ടിലാണ് നിലവിൽ ഡ്യുവക്സിന്റെ ചിത്രീകരണം നടന്നു വരുന്നത്. അമൽ നീരദ് പ്രൊഡക്ഷൻസും അൻവർ റഷീദും ഫഹദ് ഫാസിലും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. ഛായാഗ്രഹണം അപ്പു പ്രഭാകർ. വരുന്ന ഏപ്രിൽ മാസത്തോടെ പൂർണ്ണമായ ചിത്രീകരണം പൂർത്തിയാക്കി 2026 രണ്ടാം പകുതിയിൽ ഡ്യുവക്സ് റിലീസ് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. പ്രഭാസിനെ നായകനാക്കി നാഗോഷിൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ പാനിന്യം ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ കൽക്കി 2. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രഭാസിന്റെ തിരക്കുകൾ മൂലം പല ആവർത്തി ഷൂട്ടിംഗ് വർക്കുകൾ മാറ്റിവെച്ച ഈ ചിത്രത്തിന് പ്രഭാസ് ഡേറ്റ് നൽകാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 2 തീയതി മുതൽ ചിത്രത്തിന്റെ ട്രയൽ ഷൂട്ട് മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു മാസം അവസാനത്തോടെ ആരംഭിക്കാനിരിക്കുന്ന കൽക്കിയുടെ ആദ്യഘട്ട ചിത്രീകരണത്തിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ തുടങ്ങിയവർ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപിക പദുകോണിന് പകരം സായി പല്ലവിയെ കൽക്കി 2 കൊണ്ടുവരാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ഇത്ര വേഗത്തിൽ ചിത്രീകരണം ആരംഭിച്ചാൽ പോലും 2028 മാത്രമാവും കൽക്കി 2 റിലീസിന് എത്തുകയെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന പ്രഭാസിന്റെ തന്നെ ഫൗജി, സ്പിരിറ്റ് എന്നീ സിനിമകൾക്ക് ശേഷമാവും കൽക്കി 2 റിലീസിനെത്തുക. പ്രശാന്ത് വർമ്മയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഹനുമാന്റെ രണ്ടാം ഭാഗമായ ജയ് ഹനുമാൻ സിനിമയുടെ ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാന്താര ഫെയിം ഋഷഭ് ഷെട്ടിയാണ് ഈ ചിത്രത്തിൽ ജയ് ഹനുമാൻ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. ആദ്യ ഭാഗത്തിലെ നായകനായ തേജ സജ്ജയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ജയ് ഹനുമാനിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 250 കോടി രൂപയോളം ബഡ്ജറ്റിൽ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന മാർച്ച് മാസത്തോടെ ആരംഭിച്ച് ഈ വർഷം അവസാനം തന്നെ ജയ് ഹനുമാൻ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത D152 എന്ന ചിത്രം വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് മുൻപ് വാർത്തകൾ വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ അത് കൺഫേം ചെയ്യുന്ന തരത്തിൽ വരുന്ന ഏപ്രിൽ 10 തീയതി ചിത്രം റിലീസിന് എത്തിക്കാനുള്ള പ്ലാനിൽ മൂവി ടീം തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 9 റിലീസിന് എത്താനിരിക്കുന്ന ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പിയോടൊപ്പം ക്ലാഷ് റിലീസായിട്ടാവും D152 തിയേറ്ററുകളിലേക്ക് എത്തുക. വിഷു സീസണിൽ ഇങ്ങനെ ഒരു ക്ലാഷ് നടന്നാൽ ഏത് സിനിമയ്ക്കാവും വിജയസാധ്യത? D152നോ പള്ളിച്ചട്ടം? നിങ്ങളുടെ അഭിപ്രായം കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വരാനൊരുങ്ങുന്നു. ഇന്നിപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ SR പ്രഭു ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറെ നാളായി നിങ്ങൾ കറുപ്പ് മൂവിയുടെ റിലീസിനായി കാത്തിരിക്കുകയാണെന്നറിയാം. ചിത്രത്തിന്റേതായ ബിസിനസ് മികച്ച രീതിയിൽ എത്തിക്കാനുള്ള തിരക്കുകൾ കാരണമാണ് റിലീസിന് കാലതാമസമുണ്ടായത്. എന്നാൽ ഇനി അധികം വൈകാതെ തന്നെ ഈ ഫെബ്രുവരി അവസാനത്തോടെ കറുപ്പിന്റെ റിലീസ് അപ്ഡേറ്റ് ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിളിനൊപ്പം പുറത്തു വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതും. സോ വരുന്ന ഏപ്രിൽ മാസം 10 തീയതി തമിഴ്
ന്യൂ ഇയർ ദിനത്തിലോ ഏപ്രിൽ മാസം 30-ാം തീയതിയോ കറുപ്പ് എന്ന ഈ സൂര്യ ചിത്രം റിലീസിനെത്താനാണ് സാധ്യത. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ കാസ്റ്റിംഗ് വിസ്മയമായി വരാനിരിക്കുന്ന പാട്രിയറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ദ്രുതഗതിയിൽ തന്നെ നടന്നു വരുന്നു. മലയാളത്തിന്റെ ഇതിഹാസങ്ങളായ മമ്മൂക്കയ്ക്കും ലാലേട്ടനുമൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ ഒഴിച്ച് മറ്റു താരങ്ങളുടെ എല്ലാം ഡബ്ബിംഗ് വർക്കുകൾ മൂവി ടീം പൂർത്തിയാക്കിയിട്ടുണ്ട്. ടേക്ക് ഓഫ്, മാലിക് പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ പുറത്തു വരാനിരിക്കുന്ന പാട്രിയറ്റിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വരുന്ന മാർച്ച് മാസത്തിന്റെ തുടക്കത്തോടെ പൂർത്തിയാക്കി തുടർന്ന് സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ ഇവന്റുകളൊക്കെ നടത്തി വരുന്ന ഏപ്രിൽ മാസം 23-ാം തീയതി പാട്രിയറ്റ് റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആൻഡോ ജോസഫ്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെയും ഉലകനായകൻ കമൽഹാസനെയും നായകനാക്കി ജയിലർ 2 എന്ന സിനിമയ്ക്ക് ശേഷം നെൽസൺ ദിലീപ് കുമാർ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് മുൻപ് വാർത്തകൾ വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ തലൈവർ 174 KH238 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിന്റേതായി ഒരു പ്രൊമോ ഷൂട്ട് നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരികയാണെന്നും പ്രധാനമായും ഒരു ഹോട്ടലും ഒരു മെക്കാനിക്കൽ ഗ്യാരേജും സെറ്റിട്ടാണ് പ്രൊമോ ഷൂട്ട് നടത്തുന്നതെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു പ്രൊമോ പുറത്തിറക്കി ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നതിനൊപ്പം തന്നെ OTT സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെ മികച്ച ഒരു പ്രീസെയിൽ ബിസിനസ്സും മുന്നിൽ കണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് മൂവി ടീം എത്തിയിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ കൃത്യമായ ഷൂട്ടിംഗ് വർക്കുകൾക്ക് നിലവിൽ നെൽസൺ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2-ന്റെ റിലീസിന് ശേഷം 2026 അവസാനത്തോടെ മാത്രമാവും തുടക്കമാവുക. ഇനി ജയിലർ 2-ന്റെ റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന ജൂൺ മാസം 11-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായിട്ട് ജയിലർ 2 റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമ വരുന്ന ഫെബ്രുവരി 20-ന് റിലീസിനെത്താൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ ജനനായകന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്ന SSR എന്റർടൈൻമെന്റ്സ് അവരുടെ എക്സ് പേജിലൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ ജനനായകൻ റിലീസിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളതും. അതേസമയം വിദേശ രാജ്യങ്ങളിൽ ജനനായകൻ റിലീസിന് എത്തിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ആഴ്ച മുതൽ ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് വർക്കുകളും ആരംഭിക്കാൻ പോകുന്നു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ച് വിജയുടെ അവസാന സിനിമയെന്ന ലേബലിൽ തയ്യാറായിരിക്കുന്ന ജനനായകനിൽ ദളപതി വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, പ്രിയാമണി, മമിത ബൈജു, നരയൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2022-ൽ മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഈ സിനിമ ഏതെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണ് അതിരടി. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർവമായ എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച പ്രിയ ഷുബു അവതരിപ്പിക്കുന്ന സ്വാതി എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. വരുന്ന മെയ് മാസം 14-ാം തീയതി അതിരടി തിയേറ്ററുകളിലേക്ക് എത്തും. ജയറാം, കാളിദാസ് ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആശകൾ 1000 എന്ന ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,35 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 1,89 ലക്ഷം രൂപയുമാണ് ആശകൾ 1000 എന്ന ഈ സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 5 കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. തമിഴിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ വിത്ത് ലവ് എന്ന അനശ്വര രാജൻ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 3,69 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 5,68 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 8 കോടി രൂപയാണ് വിത്ത് ലവിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് 3 എന്ന സിനിമയിൽ നിന്നും ചിത്രത്തിലെ പ്രസന്റ് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. മുൻപ് പുറത്തുവിട്ട പോസ്റ്ററുകൾ പോലെ തന്നെ ടെക്നിക്കൽ പരമായും കളർ ഗ്രേഡിംഗും കൊണ്ട് മികച്ചു നിൽക്കുന്ന പോസ്റ്ററുകൾ കണ്ടാൽ തന്നെ അറിയാം സിനിമയ്ക്ക് മികച്ചൊരു തിരക്കഥയാണ് മിഥുൻ മാനുവൽ ഒരുക്കിയിട്ടുള്ളതെങ്കിൽ ആട് 3 കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തൂക്കുമെന്ന്.